മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് നായകനും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ തെലങ്കാന മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് സർക്കാർ മന്ത്രിസഭ വികസിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള മന്ത്രിസഭാ വികസനം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാരോപിച്ച് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. എന്നാൽ മന്ത്രിമാരെ നിയമിക്കുന്നത് സാധാരണ ഭരണഘടനാപരമായ നടപടിക്രമമാണെന്നും അതിന് നിലവിൽ നിയന്ത്രണങ്ങളില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗവർണറുടെ കോട്ടയിൽ MLC ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട അസ്ഹറുദ്ദീൻ കൂടി മന്ത്രിയായതോടെ മന്ത്രിസഭയിലെ അംഗബലം 16 ആയി. രേവന്ത് റെഡ്ഡി മന്ത്രിസഭയിലെ ആദ്യ മുസ്ലിം മന്ത്രിയാണ് അസ്ഹറുദ്ദീൻ. പ്രതിപക്ഷ പാർട്ടിയായ ഭാരത് രാഷ്ട്ര സമിതി MLA മഗന്തി ഗോപിനാഥ് അന്തരിച്ചതിനെ തുടർന്നുള്ള ജൂബിലി ഹിൽസ് ഉപതിരഞ്ഞെടുപ്പ് നവംബർ 14-നാണ്. മണ്ഡലത്തിലെ സുപ്രധാന വോട്ടർമാരായ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അസ്ഹറുദ്ദീനെ തിരക്കിട്ട് മന്ത്രിസഭയിൽ എടുത്തതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ N രാംചന്ദർ റാവു ആരോപിക്കുന്നത്. എന്നാൽ BJP BRS പാർട്ടികൾ ഗൂഢാലോചന നടത്തുകയാണെന്നും ഉപമുഖ്യമന്ത്രി മല്ലു ഭട്ടി വിക്രമാർക്ക് സംസ്ഥാനത്തോട് സ്നേഹമുള്ളവർ ആരും അസ്ഹറുദ്ദീനെ മന്ത്രിയാക്കുന്നതിനെ എതിർക്കില്ലെന്നും തിരിച്ചടിച്ചു. അസ്ഹറുദ്ദീന് ഇതുവരെ വകുപ്പുകൾ അനുവദിച്ചിട്ടില്ല. മന്ത്രിസ്ഥാനം നിലനിർത്താൻ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം നിയമസഭയിലോ കൗൺസിലിലോ അംഗത്വം നേടണം.